അപ്പോൾ ഓഡിറ്റിംഗ് ചാപ്റ്റർ 1 ക്വാളിറ്റി കൺട്രോളിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പാർട്ട് 1 നമ്മൾ എന്താണ് ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നോക്കി, പിന്നെ ഓഡിറ്റ് ക്വാളിറ്റി എന്താണെന്ന് നോക്കി, പിന്നെ SQC1 കുറിച്ചും ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് SQC1 എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് SQC1 എന്ന് വെച്ചാൽ ഒരു ഫേം എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് ഫേമോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ബാക്കിയുള്ള അഷ്വറൻസ് എൻഗേജ്മെൻറ്റോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫേം ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസ്, അവരുടെ വർക്കിൽ ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ SQC1 പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു ഫേം ടോട്ടാലിറ്റിയിൽ ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസ്. SA220 എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ ഒരു എൻഗേജിങ് പാർട്ട്ണർ ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസാണ് SA220 പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ, ഓഡിറ്റ് ക്വാളിറ്റി ആൻഡ് SQC1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് പാർട്ട് 1 ഇനി പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ SA220 ആണ്, ക്വാളിറ്റി കൺട്രോൾ ഫോർ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. So SA220 focus on the quality control procedures for an audit engagement. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് SA220 ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് എംഫസൈസ് ദ എൻഗേജ്മെൻറ്റ് പാർട്ട്നേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു എൻഷ്യൂർ കംപ്ലയൻസ് വിത്ത് ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യുന്നതിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് പാർട്ട്ണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ഈ ഒരു SA220 കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അതാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബേസിസ് ഓഫ് SA220, ദെൻ ഒബ്ജക്റ്റീവ്, എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ, അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ദെൻ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ, എന്താണ് എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ, ദെൻ ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ഇത് SQC1 കുറേ സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ് എന്ത് SA220. അപ്പോൾ നമ്മൾ ഓൾറെഡി SQC1 നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇത് SQC1 പറയുന്ന അധിക കാര്യങ്ങളും SA220 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ ബേസിസ് ഓഫ് SA220. SA220 ഈസ് ബേസ്ഡ് ഓൺ ദ ഫേംസ് എഥറൻസ് ടു SQC1. അപ്പോൾ SQC1 ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിലാണ് SA220 നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ SQC1 എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫേം ഫോളോ ചെയ്യേണ്ട ക്വാളിറ്റീസാണ് SQC1 പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് നമുക്ക് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് SA220 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവർ മെയിനായിട്ട് ചെയ്യുന്ന വർക്കിലും അവർ ആ ക്വാളിറ്റി ഫോളോ ചെയ്യണം. അപ്പോൾ ആ വർക്കിൽ നമ്മൾ ചെയ്യേണ്ട ക്വാളിറ്റി അതാണ് SA220 പറയുന്നത്. സോ എന്താണ് SQC1 സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SA220 ഉള്ളത്. സോ എൻഗേജ്മെൻറ്റ് ടീം യൂസ് ദ ഫേംസ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ടു അപ്ലൈ പ്രൊസീജിയേഴ്സ് റിലവൻറ്റ് ടു ഈച്ച് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഫേം നമ്മൾ SQC1 നമ്മൾ പറയുന്നുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് SQC1 പറഞ്ഞത്. അപ്പോൾ ആ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എൻഗേജ്മെൻറ്റിലും അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതിനാണെന്ത് എൻഗേജ്മെൻറ്റ് ടീം അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ SA220 പറഞ്ഞത്. അപ്പോൾ ഇതാണെന്ത് SA220 ബേസ്. SQC1 തന്നെയാണ് SA220 ബേസ്. ദെൻ ഒബ്ജക്റ്റീവ്, എന്താണ് SA220 ഒബ്ജക്റ്റീവ്? എൻഷ്യൂർ ദ ഓഡിറ്റ് കംപ്ലൈസ് വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യുക, അതാണ് ഒബ്ജക്റ്റീവ്. ആൻഡ് ഇഷ്യൂ ആൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ദാറ്റ് അപ്രോപ്രിയേറ്റ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്. അതുമാതിരി തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് നമ്മളുടെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട്, നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ള റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് SA220 ഒബ്ജക്റ്റീവ്. ഒന്നെന്ന് വെച്ചാൽ പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യുക. സെക്കൻഡ് വൺ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുക അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്. നൗ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ. അപ്പോൾ SA220 ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ കേസിൽ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ക്വാളിറ്റീൻ്റെ ബേസിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറുടെ റെസ്പോൺസിബിലിറ്റീസ്? അത് നമ്മൾ നേരത്തെ SQC1 പറഞ്ഞ മാതിരി തന്നെ SQC1 നമ്മൾ ഈ പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്ത് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റിക്വയർമെൻറ്റ്, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, അസൈൻമെൻറ്റ്സ് ഓഫ് ടീം, എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് ആൻഡ് മോണിറ്ററിങ്. ഇതിൽ അധിക കാര്യങ്ങൾ നമ്മൾ SQC1 ഡിസ്കസ് ചെയ്തതാണ്. അതെന്തായിരുന്നു? അത്
SQC1 എലമെൻറ്റ്സ് ആയിരുന്നു. ക്വാളിറ്റി ഒരു ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള ഒരു എലമെൻറ്റ്സ് ആയിരുന്നു നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓരോ രീതിയിലും എൻഗേജ്മെൻറ്റ് പാർട്ണർ എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. ഓക്കെ, മറ്റേ നമ്മൾ എന്താണ് SQC1 നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമ്മളുടെ ഒരു ഫേമിൽ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരുന്നു, ഓരോ ഹെഡിലും ഓരോ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത് ഇതേ പേരുകളിൽ. ഇവിടെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ അയാളുടെ വർക്ക് ചെയ്യാൻ പോവുകയാണ്. ആ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ SQC1 പറയുന്നുള്ള ക്വാളിറ്റി കൺട്രോൾ ഇതുണ്ടല്ലോ, സിസ്റ്റം ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ ഉള്ളത്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. SA220 വരുമ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റുള്ള എന്താണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മൾ എന്താണ് SQC1 നമ്മൾ നോക്കിയതാണ്. അപ്പോൾ SA220 വരുമ്പോൾ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിൻ്റെ ഓവറോൾ ക്വാളിറ്റി ആരെ റെസ്പോൺസിബിലിറ്റിയാണ്? എൻഗേജ്മെൻറ്റ് പാർട്ണർ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ SQC1 പോകുമ്പോൾ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് വെച്ചാൽ ഒരു ഫേമിൻ്റെ ഓവറോൾ ക്വാളിറ്റി CEO അല്ലെങ്കിൽ എന്താണ് എൻഗേജിങ് പാർട്ണർ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ക്വാളിറ്റി. ദേ ഷുഡ് സെറ്റ് എൻ എക്സാമ്പിൾ ഫോർ ദ ടീം ബൈ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ത്രൂ ഔട്ട് ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻഗേജിങ് പാർട്ണർ ഒരു ഇതാവണം, ഒരു എക്സാമ്പിൾ ആവണം ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്. ഒരു ത്രൂ ഔട്ട് ദ ഓഡിറ്റിൽ എങ്ങനെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് ഒരു എൻഗേജിങ് പാർട്ണർ ഒരു എക്സാമ്പിൾ ആവണം എല്ലാ ടീം മെമ്പേഴ്സിനും. കീ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ് ക്വാളിറ്റി. വർക്ക് മസ്റ്റ് കംപ്ലൈ വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. അത് നമ്മൾ എന്താണ് ബേസിക്സിൽ നോക്കിയാണ്. എന്താണ് ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവ് നോക്കിയാണ്. ഒരു SA220 ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യണം. അപ്പോൾ അത് തന്നെയാണ് എന്താണ് ഒരു ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റിയിലും വരുന്നത്. ദെൻ ടീം ഷുഡ് ഫോളോ ദ ഫേംസ് ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അപ്പോൾ SQC1 പ്രകാരം നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പോളിസി നമ്മളുടെ ഫേമിന് ഓൾറെഡി ഉണ്ടാവും. ആ പോളിസി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കണം. സോ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സെക്കൻഡ് വൺ, നമ്മളുടെ ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആട്ടത് SA220 രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ഇവിടെ പിന്നെയും പറയുന്നത്. എന്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ സർക്കംസ്റ്റാൻസസ്. അതാണ് എന്ത് പറഞ്ഞത്, നമ്മൾ ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ കീ ആസ്പെക്റ്റിലെ മൂന്നാമത്തെ പോയിൻ്റ് അതാണ്. സോ ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ കീ ആസ്പെക്റ്റിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ SA220 ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കുക. സെക്കൻഡ് കീ ആസ്പെക്റ്റ് എന്താണ്? നമ്മൾ SQC1 നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. മൂന്നാമത്തെ കീ ആസ്പെക്റ്റ് എന്താണ്? SA220 സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ സർക്കംസ്റ്റാൻസസ്. ദെൻ ടീം മെമ്പേഴ്സ് ഷുഡ് ഫീൽ കംഫർട്ടബിൾ റേസിങ് കൺസേൺസ് വിത്തൗട്ട് ഫിയർ ഓർ റിറ്റാലിയേഷൻ. അപ്പോൾ എന്താണ് നാലാമത്തെ കീ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അൺകംഫർട്ട്നെസ് കാണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഓഡിറ്റ് വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ടീം മെമ്പേഴ്സിന് അത് റേസ് ചെയ്യാൻ ഫുൾ കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ ഫുൾ കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ നമുക്ക് എന്താണ് ഒരു ഫീഡ്ബാക്ക് അവരിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി എൻഹാൻസ്ഡ് ആവുള്ളൂ. സോ ഇതാണ് എന്ത് നാലാമത്തെ കീ ആസ്പെക്റ്റ്. അപ്പോൾ 4 കീ ആസ്പെക്റ്റിൽ ഫസ്റ്റ് കീ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ SA220 ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഒന്നും കൂടി റിവൈസ് ചെയ്തു. സെക്കൻഡ് കീ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ SQC1 പറയുന്നുള്ള നമ്മൾ 1 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. തേർഡ് കീ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ SA220 സെക്കൻഡ് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് നിങ്ങൾ എന്ത് ചെയ്തു, ഒന്നും കൂടി റിവൈസ് ചെയ്തു. ആൻഡ് ഫോർത്ത് വന്നു വെച്ചാൽ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എല്ലാ ടീം മെമ്പേഴ്സിനും എന്തെങ്കിലും ഒരു കൺസേൺ വരികയാണെങ്കിൽ ഒരു പേടിയും കൂടാതെ വിത്തൗട്ട് എനി ഫിയർ എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു കംഫർട്ടിനെ കുറിച്ചിട്ട് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു കൺസേൺ റേസ് ചെയ്യാനുള്ള ഒരു കംഫർട്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ക്വാളിറ്റി എൻഹാൻസ് ആവും. സോ അതൊരു ഓഡിറ്റ് ക്വാളിറ്റീൻ്റെ ഒരു കീ ആസ്പെക്റ്റിൻ്റെ ഭാഗമാണ്.
Importance of quality in audits. Quality ensure that audits are performed correctly, reports are reliable, and the audit team work effectively while adhering to all relevant standards. അപ്പോൾ ക്വാളിറ്റി എന്താണ് എൻഷുർ ചെയ്യുന്നത്? ഓഡിറ്റ്സ് ആർ പെർഫോംഡ് കറക്റ്റ്ലി, ഓഡിറ്റ് കറക്റ്റായിട്ടാണ് പെർഫോം ചെയ്തത്. രണ്ടാമത് റിപ്പോർട്ട്സ് റിലയബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഓഡിറ്റ് ടീം വർക്ക് എഫക്റ്റീവ്ലി, ഓഡിറ്റ് ടീം എന്താണ് എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെ? എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്തിട്ട്. ഇതാണ് ഒരു ഓഡിറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത്. സോ നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നമുക്ക് പ്രൂഫായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് റിലയബിളായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ, നമ്മളുടെ ഓഡിറ്റ് ടീം എല്ലാ സ്റ്റാൻഡേർഡ്സിനെയും കൺസിഡർ ചെയ്തിട്ടാണ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ 3 കാര്യങ്ങളാണ് ഒരു ക്വാളിറ്റീൻ്റെ ബേസ്. Example, for instance, the engagement partner ensures that the audit team complies with all regulations. Every team members follow the quality control guidelines and any concerns raised by the team members are addressed. അപ്പോൾ എന്താണ് നമ്മൾ ഓഡിറ്റ് കംപ്ലൈസ് വിത്ത് ഓൾ റെഗുലേഷൻസ് എന്ന് പറയുന്ന അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തില്ല. അതേമാതിരി തന്നെ നമ്മൾ ടീം മെമ്പേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതും ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് കംപ്ലൈസ് വിത്ത് റെഗുലേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ടീം മെമ്പേഴ്സ് റേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സും ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻഗേജ്മെൻറ്റ് പാർട്ണർ. അടുത്തതാണത്. നമ്മൾ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്തിക്കൽ റിക്വയർമെൻറ്റ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻഗേജ്മെൻറ്റ് പാർട്ണർ. ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ റെസ്പോൺസിബിലിറ്റി എന്താണ്? എത്തിക്കൽ റിക്വയർമെൻറ്റ് ബേസിൽ ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ഐഡൻറ്റിഫൈ എനി ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ് ഇൻ ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ നമ്മളുടെ ഇൻഡിപെൻഡൻസിന് എന്തെങ്കിലും ത്രെറ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ആര് നോക്കണം? എൻഗേജ്മെൻറ്റ് പാർട്ണർ നോക്കണം. അതാണ് എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പോൾ നമ്മളുടെ SQC 1 എന്തായിരുന്നു പറഞ്ഞത്? എത്തിക്കൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ICA പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് കോഡ് ഓഫ് കണ്ടക്റ്റും അതേമാതിരി തന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സും നമ്മൾ ഫോളോ ചെയ്യണം എന്നായിരുന്നു SQC 1 പറഞ്ഞത്. അത് പറഞ്ഞെന്താണ്? നമ്മളുടെ മൊത്തം ഫേമിൻ്റെ ക്വാളിറ്റീൻ്റെ ബേസിലാണ് അത് പറഞ്ഞത്. അപ്പോൾ മൊത്തം ഫേമിൻ്റെ ക്വാളിറ്റീൻ്റെ ബേസിൽ നമ്മളൊരു എത്തിക്കൽ ഫേം ആവണമെങ്കിൽ വി നീഡ് ടു ഫോളോ ICAൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. ഇതൊരു സിംഗിൾ ഓഡിറ്റ് കേസിൽ വരുമ്പോൾ ഒരു എത്തിക്കൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആണ് അവിടെ മെയിനായിട്ട് വരുന്നത്. നമ്മളുടെ ഇൻഡിപെൻഡൻസിന് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ, അത് പോവാൻ ഇൻഡിപെൻഡൻസിനെ ലാക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അത് തന്നെയാണ് ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെയും റെസ്പോൺസിബിലിറ്റി. ഇഫ് സേഫ് ഗാർഡ്സ് ക്യാൻ റെഡ്യൂസ് ദ ത്രെറ്റ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ, ആക്ഷൻസ് മസ്റ്റ് ബി ടേക്കൺ. അപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ത്രെറ്റ് നമ്മൾ കണ്ടു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു സേഫ് ഗാർഡ് കൊണ്ടുവന്നിട്ടും ആ ഒരു ത്രെറ്റ് അവിടെ സ്റ്റിൽ റിമെയിൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. ലൈക്ക് വിഡ്രോയിങ് ഫ്രം ദ എൻഗേജ്മെൻറ്റ്. നെക്സ്റ്റ്, കീ ആക്ഷൻസ് ഫോർ എത്തിക്കൽ കംപ്ലയൻസ്. അപ്പോൾ ഒരു എത്തിക്കൽ കംപ്ലയൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ, എത്തിക്കലായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് റെക്കഗ്നൈസ് വെൻ ഇൻഡിപെൻഡൻസ് ഈസ് അറ്റ് റിസ്ക് ഡ്യൂ ടു ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് കാരണം നമ്മളുടെ ഇൻഡിപെൻഡൻസ് എപ്പോഴാണ് റിസ്കിൽ വരുന്നത്, എപ്പോഴാണ് അതിനൊരു റിസ്ക് വരുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ എൻഗേജ്മെൻറ്റ് പാർട്ണർ റെക്കഗ്നൈസ് ചെയ്യണം. നെക്സ്റ്റ്, the engagement partner should report the issue within the firm to decide what corrective action is needed. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്താണ് മനസ്സിലാക്കി? ഓക്കെ, നമ്മൾ ഒരു വർക്ക് ചെയ്യാണ്, ഒരു എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അത് പല കാരണങ്ങൾ കൊണ്ടും റിസ്ക്കിലാണ്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് ചെയ്യണം? അത് ഫേമിൻ്റെ അടുത്ത് പോയിട്ട് വിത്തിൻ ദ ഫേം എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. സോ ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ ഷുഡ് റിപ്പോർട്ട് ദ ഇഷ്യൂസ് വിത്തിൻ ദ ഫേം ടു ഡിസൈഡ് വാട്ട് കറക്റ്റീവ് ആക്ഷൻ ഇസ് നീഡഡ്. എന്താണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്മെൻറ്റ് പാർട്ണർ ഫേമിൽ റിപ്പോർട്ട് ചെയ്യണം. മീൻസ് നമ്മൾക്കൊരു ഫേം ഉണ്ട്, ആ ഫേമിലെ ഒരു വർക്ക് നമ്മളൊരു എൻഗേജ്മെൻറ്റ് പാർട്ണറിന് അസൈൻ ചെയ്ത് കൊടുത്തു. ആ പാർട്ണർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എന്താണ്
ഇൻഡിപെൻഡൻസിന് ത്രെറ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ഫേമിൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. എന്ത്? ഇൻഡിപെൻഡൻസിന് ത്രെറ്റ് ഉണ്ട്, എന്താണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ. സച്ച് ആസ് എലിമിനേറ്റിംഗ് ദ കോൺഫ്ലിക്റ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യണം? ആ ഒരു ത്രെറ്റ് മറികടക്കാൻ പറ്റണം. ത്രെറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓഡിറ്റ് മുന്നോട്ട് പോകാൻ പറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിഡ്രോയിങ് ഫ്രം ദ എൻഗേജ്മെൻറ്റ്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇഫ് എ പാർട്ട്ണർ ഹാസ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ ക്ലയൻറ്റ് കമ്പനി. അപ്പോൾ ഒരു പാർട്ട്ണറിന് ഒരു ക്ലയൻറ്റിൻ്റെ കമ്പനിയിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ മസ്റ്റ് ആക്ട് ടു റിമൂവ് ദ ഇൻട്രസ്റ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യണം? ആ ഒരു ഇൻട്രസ്റ്റ് പോക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 50,000,000 50,000 1 ലക്ഷത്തിൻ്റെയോ ഒരു ഷെയർ ഒരു പാർട്ട്ണർ ഇതാക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു കമ്പനീൻ്റെ. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്? അവിടെ ഇൻഡിപെൻഡൻസ് എന്താണ്? ഇറ്റ്സ് അറ്റ് സ്റ്റേക്ക്. ഇൻഡിപെൻഡൻസ് സ്റ്റേക്കിലാണ്, ഇഷ്യൂ ഉണ്ട്. ഇൻഡിപെൻഡൻസിന് ഇഷ്യൂ ഉണ്ട്, റിസ്ക്കിലാണ് ഇൻഡിപെൻഡൻസ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ ഷെയർ ഇതാക്കണം, ക്യാൻസൽ ചെയ്യണം. എന്ന് വെച്ചാൽ ആ പാർട്ണറോട് പറയണം, എന്താണ്, ഈ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനും പറ്റില്ല, ആ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനും പറ്റില്ല എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിഡ്രോ ഫ്രം ദ ഓഡിറ്റ് ഓഫ് ദ ഓഡിറ്റ് ടു മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് വിഡ്രോ ചെയ്യണം. സോ ഈ 2 റെമഡീസാണ് എന്തുള്ളത്? നമ്മളുടെ ഇൻഡിപെൻഡൻസിന് റിസ്ക് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇൻഡിപെൻഡൻസ് റിസ്ക് വരികയാണെങ്കിൽ എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് ചെയ്യണം? ഫേമിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. സോ ഇതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ്. അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്, നമ്മൾ SQC 1 പഠിച്ച മാതിരി. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻഗേജ്മെൻറ്റ് പാർട്ണർ. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണർ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഒരു ക്ലയൻറ്റ് റിലേഷൻഷിപ്പും അത് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ. The engagement partner must ensure that the firm has sufficient information before accepting a new client or continue an existing engagement. അപ്പോൾ ഒരു പുതിയ ക്ലയൻറ്റുമായിട്ട് നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പുതിയൊരു എൻഗേജ്മെൻറ്റിൽ പോവുകയാണെങ്കിലോ, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ളൊരു എൻഗേജ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലോ എന്തൊക്കെ ഇൻഫർമേഷൻ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ദിസ് ഈസ് ഇൻ ലൈൻ വിത്ത് ദ SQC 1 റിക്വയർമെൻറ്റ്. അപ്പോൾ SQC 1 പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, ഒന്നുകിൽ ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി, നമ്മളുടെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതേമാതിരി തന്നെ നമ്മൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം, ഈ ഒരു ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. Key informations to consider. Information about the integrity of the principal owner of the client is important. അത് നമ്മൾ ഓൾറെഡി SQC 1 പറഞ്ഞാണ്, ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അത് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, ദ കോമ്പീറ്റൻസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം ആൻഡ് ദ അവൈലബിൾ ടൈം ആൻഡ് റിസോഴ്സസ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ്. ഇതും നമ്മൾ എന്തിൽ പഠിച്ചതാണ്? നമ്മൾ SQC 1 പഠിച്ചതാണ്. നമ്മളുടെ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ കേപ്പബിലിറ്റി, ഒരു എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാനുള്ള നമ്മളുടെ കേപ്പബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ അവൈലബിൾ ആയുള്ള ടൈം, അതേമാതിരി തന്നെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ കോമ്പീറ്റൻസ് ആൻഡ് റിസോഴ്സസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ഓൾസോ ചെക്ക് ദ കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് എനി സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് അറൈസിങ് ഫ്രം പാസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ എന്ത് ചെക്ക് ചെയ്യണം എൻഗേജ്മെൻറ്റ് പാർട്ണർ? എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേമാതിരി തന്നെ എന്തെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ടോ, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഉണ്ടോ, നമ്മളൊരു കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മളിപ്പോൾ നിലവിൽ ഒരു ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഓഡിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ ക്ലയൻറ്റ് എന്താണ് ഈ നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സോ ഒന്നും ഫോളോ ചെയ്യുന്നത് വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് മനസ്സിലായി. നമ്മളുടെ ക്ലയൻ്റ് ആകെ അയാളുടെ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തും അതേമാതിരി തന്നെ എങ്ങനെയാണ് നമുക്ക് ടാക്സ് വെട്ടിക്കുക, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും പുള്ളി അത്ര ഒരു സപ്പോർട്ടീവ് അല്ല. അങ്ങനത്തെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ? ഒരു ക്ലയൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതേമാതിരി തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാൻ. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് ഓൾസോ ചെക്ക് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്. എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യം ചെക്ക് ചെയ്യണം. ആൻഡ് ഇനി സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് അറൈസിങ് ഫ്രം ദ പാസ്റ്റ് ഓഡിറ്റ്, നമ്മൾ ചെയ്ത ഓഡിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം.
For example, before accepting a new audit engagement, the firm need to assess whether the client has a ലീഗൽ ഇഷ്യൂസ് ഇൻ ദ പാസ്റ്റ് ഓഡിറ്റ്. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. പാസ്റ്റ് ഓഡിറ്റിൻ്റെ കേസ് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ലൈക്ക് എന്തെങ്കിലും നോട്ടീസോ ഈ ഇൻകം ടാക്സ് വന്ന നോട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ നോക്കണം. ഓർ ഇഫ് ദേ ഹാവ് ഇനഫ് റിസോഴ്സ് ടു ഹാൻഡിൽ ദ എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു എൻഗേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻസ് റിലേഷൻഷിപ്പും കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അസൈൻമെൻറ്റ് ഓഫ് ടീം. എങ്ങനെയാണ് നമുക്ക് ടീമിനെ അസൈൻ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിലുള്ള എൻഗേജ്മെൻറ്റ് പാർട്ണറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് ടീം ആൻഡ് എനി ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്, ആദ്യത്തെ ഒന്ന് എൻഗേജ്മെൻറ്റ് ടീമും അതേമാതിരി തന്നെ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടും ഹാവ് ദ അപ്രോപ്രിയേറ്റ് കോമ്പിറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റീസ്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സിനും അതേമാതിരി തന്നെ എൻഗേജ്മെൻറ്റ് അതർ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനും എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പിറ്റൻസും കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം. അതാണ് എന്ത് എൻഗേജ്മെൻറ്റ് പാർട്ണറുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അക്കോർഡിംഗ് ടു ദ അസൈൻമെൻറ്റ് ഓഫ് ടീം. ഒരു ടീമിനെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നോക്കേണ്ടത്, അവർക്ക് അതിനുള്ള കഴിവുണ്ടോ, ഈ ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ ഉള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അതിന് തക്കതായുള്ള കോമ്പിറ്റൻസും കേപ്പബിലിറ്റീസും ഉണ്ടോ ഉള്ള കാര്യം നോക്കണം. സോ ടു പെർഫോം ദ എൻഗേജ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ രീതിയിൽ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കോമ്പിറ്റൻസും എന്താണ് നമ്മുടെ ടീമിനും അതേമാതിരി തന്നെ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനും ഉണ്ടോ എന്നുള്ള കാര്യം എന്താണ് എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം. ദെൻ ഇപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു, അസൈൻമെൻറ്റ് ഓഫ് ടീം കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് എൻഗേജ്മെൻറ്റ് പെർഫോമൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് കിട്ടി, നമ്മൾ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് കണ്ടു, എന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കണ്ടു, എന്താണ് ഇൻഡിപെൻഡൻസ് ആണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ക്ലയൻസ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് കണ്ടു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടു. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റീസും കോമ്പിറ്റൻസും എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അടുത്ത് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് പെർഫോം ചെയ്യേണ്ടത്, അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്. Responsibilities of engagement partner. The engagement partner is responsible for directing, supervising and performing the audit engagement according to the professional standards, ensuring sufficient audit evidence is obtained to support the conclusion. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്തിന് റെസ്പോൺസിബിൾ ആണ്? ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാവരെയും ഡയറക്റ്റ് ചെയ്യാൻ, അവരെ നയിക്കാൻ, സൂപ്പർവൈസിങ് ആൻഡ് പെർഫോമിങ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, അതേമാതിരി തന്നെ ഓഡിറ്റ് പെർഫോമും ചെയ്യാൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ രീതിയിൽ അത് പറഞ്ഞ പ്രകാരം നമ്മളെന്താണ് ഒരു ഡയറക്റ്റിങ്ങും സൂപ്പർവൈസിങ്ങും ആൻഡ് പെർഫോമിങ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഇതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എൻഗേജ്മെൻറ്റ് പാർട്ണർ. ദെൻ എൻഷുറിങ് സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇസ് ഒബ്റ്റെയിൻ ടു സപ്പോർട്ട് ദ കൺക്ലൂഷൻ. നമ്മളൊരു കൺക്ലൂഷനിൽ അവസാനം എത്തി, നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്തി, ആ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ആര് ചെക്ക് ചെയ്യണം? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പാർട്ണർ ചെക്ക് ചെയ്യണം. അതും കൂടി എന്താണ് എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻഗേജ്മെൻറ്റ് പാർട്ണർ റെസ്പോൺസിബിലിറ്റി അക്കോർഡിംഗ് ടു എൻഗേജ്മെൻറ്റ് പെർഫോമൻസ്? ഫസ്റ്റ് വെച്ചാൽ ഡയറക്റ്റിംഗ്, സൂപ്പർവൈസിങ് ആൻഡ് പെർഫോമും കൂടി ചെയ്യണം. വെറുതെ നമ്മൾ നോക്കി നിന്നാൽ മാത്രം പോരാ, എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയാൽ മാത്രം പോരാ, നമ്മളും കൂടി എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സോ ഡയറക്റ്റിംഗ്, സൂപ്പർവൈസിങ് ആൻഡ് പെർഫോമിങ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എങ്ങനെ? ആസ് പെർ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ രീതിയിൽ. അതിൻ്റെ കൂട്ടത്തിൽ എന്തും ചെയ്യണം? എൻഷുറിങ് സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇസ് ഒബ്റ്റെയിൻ ടു സപ്പോർട്ട് വാട്ട് അവർ കൺക്ലൂഷൻ. സോ ടു സപ്പോർട്ട് ദ കൺക്ലൂഷൻ. ദ പാർട്ണർ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ auditor's report is appropriate and review all the audit documentations before issuing the report. അപ്പോൾ എന്ത് ചെയ്യണം? പാർട്ണർ എന്ത് ചെയ്യണം? നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം. അതിന് മുന്നോടി നമ്മൾ ആ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റും കൂടി ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്യണം, എല്ലാം അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം. അഡീഷണലി the partner ensures that the engagement team consults on difficult matters both within the team and with others at the appropriate level, whether inside or outside the firm. അപ്പോൾ അഡീഷണൽ എന്ത് ചെയ്യണം? ദ പാർട്ണർ എന്ത് എൻഷുർ ചെയ്യണം? എൻഗേജ്മെൻറ്റ് ടീം കൺസൾട്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് വരുന്ന സംശയങ്ങൾ അവർ കൺസൾട്ടേഷനിലൂടെ അവരത് സംശയങ്ങൾ മാറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം. ഒന്നുകിൽ എന്താണ് ടീമിൻ്റെ ഉള്ളിലുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർ ആ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു മാറ്റേഴ്സ് അവർ റിസോൾവ് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യം എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷുർ ചെയ്യണം.
വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഫേം. വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഫേം എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്തൊരാളെന്ന് പറഞ്ഞല്ലോ. ആ പുറത്തൊരാളെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഫേമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ പാർട്ണറോ അല്ലെങ്കിൽ വേറെ വ്യക്തിയോ ആവാം, അല്ലെങ്കിൽ ഫേമിൻ്റെ പുറത്തുള്ള ആരോടെങ്കിലും ആവാം. ഈ ഒരു കാര്യം പാർട്ണർ എൻഷുർ ചെയ്യണം. ലാസ്റ്റ് വൺ എന്താണ്? മോണിറ്ററിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. സോ ക്വാളിറ്റി കൺട്രോൾ മോണിറ്ററിങ്. Monitoring ensure that the firm's quality control policies are relevant, adequate and effective. അപ്പോൾ നമ്മളുടെ ഒരു ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് എന്താണ്? റിലവൻ്റ് ആണോ, ആഡിക്വേറ്റ് ആണോ, എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. The engagement partner reviews the firm's monitoring results and identifies any deficiencies that might impact the audit engagement. അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്താണ്? ഇയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മളൊരു ലീഡർഷിപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് ഇപ്പോൾ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഒരു എൻഗേജ്മെൻറ്റ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റി ആരതാണ്? ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറാണെന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് അതിൽ പറഞ്ഞത്. നെക്സ്റ്റ് വെച്ചാൽ എത്തിക്കൽ റിക്വയർമെൻ്റ് ആയിരുന്നു. എത്തിക്കൽ റിക്വയർമെൻറ്റിൽ പറഞ്ഞത് നമ്മളുടെ ഇൻഡിപെൻഡൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ഇൻഡിപെൻഡൻസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇഷ്യൂ റിസോൾവ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതോ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലയൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. ആസ് പെർ SQC1 നമ്മൾ SQC1 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്തായിരുന്നു? നമ്മൾ ടീമിനെ സെറ്റ് ചെയ്യണം, ടീമിനെ അസൈൻ ചെയ്യുക. നമ്മൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് നമ്മൾ ഏറ്റെടുത്തു. ആ വർക്കിന് പറ്റിയ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയുള്ള രീതിയിലുള്ള കോമ്പിറ്റൻസും കേപ്പബിലിറ്റീസും ഉള്ള ടീം മെമ്പേഴ്സിനെയും അതേമാതിരി തന്നെ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മൾ ആ വർക്ക് പെർഫോം ചെയ്യാണ്. ആ വർക്ക് പെർഫോം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. എങ്ങനെയാണ് ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ വർക്ക് പെർഫോം ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ചെയ്ത വർക്കുകളൊക്കെ നമ്മളുടെ ഒന്നുകിൽ ക്വാളിറ്റി കൺട്രോൾ, നമ്മളുടെ ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ ക്വാളിറ്റി കൺട്രോൾ പോളിസി എന്താണ്? അപ്രോപ്രിയേറ്റ് ആണോ ഈ ഒരു വർക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. The engagement partner reviews the firm's monitoring result. ഫേമിൻ്റെ മോണിറ്ററിംഗ് റിസൾട്ട് റിവ്യൂ ചെയ്യും. ആൻഡ് ഐഡൻറ്റിഫൈ എനി ഡെഫിഷ്യൻസീസ് ദാറ്റ് മൈറ്റ് ഇമ്പാക്ട് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ആ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യും? എൻഗേജ്മെൻറ്റ് പാർട്ണർ റിവ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആസ് പെർ SI 220. എക്സാമ്പിൾ ഫോർ ഇൻസ്റ്റൻസ്, ഇത് മോണിറ്ററിങ്ങിൻ്റെ എക്സാമ്പിൾ കേട്ടോ. ഫോർ ഇൻസ്റ്റൻസ്, എ മോണിറ്ററിംഗ് ഷോസ് റിക്കറിംഗ് എറേഴ്സ് ഇൻ ഡോക്യുമെൻറ്റേഷൻ അക്രോസ് എൻഗേജ്മെൻറ്റ്. ദ പാർട്ണർ മേ ഇംപ്ലിമെൻറ്റ് അഡീഷണൽ ട്രെയിനിങ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ് ബിഫോർ കംപ്ലീറ്റിംഗ് ദ ഓഡിറ്റ്. അപ്പോൾ എന്താണ്? നമ്മൾ മോണിറ്റർ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? ഡോക്യുമെൻറ്റേഷനിൽ ഒരു എറർ വരുന്നുണ്ട്, എല്ലാ എൻഗേജ്മെൻറ്റ്സിലും ഒരു എറർ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ മോണിറ്റർ ചെയ്ത സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി അഡീഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനുള്ള നമ്മൾ അഡീഷണൽ ആക്ഷൻസോ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഏതിനു മുമ്പ്? നമ്മൾ ഈ ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്? ഒരു എൻഗേജ്മെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ എന്താണെന്ന് നോക്കാം. അതും SI 220 വരുന്നതാണ്. എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നമുക്ക് നോക്കാൻ എന്തൊക്കെയുള്ളത്? എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിൻ്റെ ബേസിൽ. നെക്സ്റ്റ്, റോൾ ഓഫ് എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ. ഇയാളുടെ റോൾ എന്താണ്? നെക്സ്റ്റ് വൺ, അഡീഷണൽ കൺസിഡറേഷൻ ഫോർ ഓഡിറ്റ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സാമ്പിൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. So first, responsibilities of engagement partner. For audit of listed companies, the engagement partner ensure that a quality control reviewer is appointed and the review is completed before issuing the audit report. അപ്പോൾ എന്താണ്? ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റിൻ്റെ കേസിലാണെങ്കിൽ എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് എൻഷുർ ചെയ്യണം? ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുറും ചെയ്യണം. അതേമാതിരി തന്നെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ആ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി എൻഷുർ ചെയ്യണം. ആര്? എൻഗേജ്മെൻറ്റ് പാർട്ണർ.
ഏത് കേസിലാണ് ഇത് വരുന്നത്? ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിലാണ് വരുന്നത്. സോ ലിസ്റ്റഡ് കമ്പനീസിലാണ് ഇത് അപ്ലൈ ചെയ്യുക, മാൻഡേറ്ററി ആവുക. നമ്മൾ ഓൾറെഡി SQC 1 പറഞ്ഞാണ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആർക്കാണ് മാൻഡേറ്ററി? ലിസ്റ്റഡ് കമ്പനീസിനാണ് മാൻഡേറ്ററി. സോ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിൽ എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഏതിൻ്റെ ബേസിലാണ്? എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിൻ്റെ ബേസിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതുമാതിരി തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ എന്നിൻ്റെ കാര്യം എന്ത് ചെയ്യണം? റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം കൂടി എൻഷുർ ചെയ്യണം. Then the engagement partner discusses significant matters identified during the review with the quality control reviewer. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് ചെയ്യണം? ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഈ റിവ്യൂവിൻ്റെ ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറായിട്ട് ഡിസ്കസ് ചെയ്യണം. The audit report is not dated until the engagement quality control review is completed. അപ്പോൾ എന്താണ്? നമ്മൾ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ അതിൽ ഡേറ്റ് ഇടാൻ പാടില്ല. സോ അതിൽ ഡേറ്റ് നമ്മൾ എന്താണ്? ആ ഒരു റിവ്യൂ കംപ്ലീറ്റ് ആവുന്ന വരെ നമ്മൾ ചെയ്യാൻ പാടില്ല. സോ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് നോട്ട് ഡേറ്റഡ് അൺടിൽ ദ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വെച്ചാൽ റോൾ ഓഫ് ദ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ആണ്. എന്താണ് ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറുടെ റോള്? The reviewer evaluates significant judgments made by the engagement team, discusses key matters with the partner and reviews the audit documentation. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാനൊരു എൻഗേജ്മെൻറ്റ് പാർട്ണറാണ്. ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനീൻ്റെ ആണെങ്കിൽ എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? വേറൊരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അയാളുടെ വർക്ക് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ എനിക്ക് എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരാൾ വന്നിട്ട് എന്തെയാണ് ചെയ്യുക? ഒരു ഓഡിറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ വന്നിട്ട്, എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ വന്നിട്ട് എന്താണ് അയാൾ ചെയ്യുക? അയാളുടെ റോൾ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. അയാൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടീമായിട്ട് എന്ത് ചെയ്യും? എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം കീ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യും. ആരുമായിട്ട്? എൻഗേജ്മെൻറ്റ് പാർട്ണറുമായിട്ട്. ആൻഡ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ റിവ്യൂവും ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുക? ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ചെയ്യുക. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം കീ മാറ്റേഴ്സ് എന്ത് ചെയ്യും? പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ റിവ്യൂ ചെയ്യും. ഓക്കെ. ദ റിവ്യൂവർ ചെക്സ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് പ്രപ്പോസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് ചെയ്യും? ഈ റിവ്യൂവർ ചെക്ക് ചെയ്യും. The reviewer evaluates the conclusions in the report to determine if the report is appropriate. അപ്പോൾ നമ്മളെ റിപ്പോർട്ടിൽ ഇപ്പോൾ അവർ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്തു. കീ മാറ്റേഴ്സ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മളെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് പാർട്ണറായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഡോക്യുമെൻറ്റും അവരെന്ത് ചെയ്തു? റിവ്യൂ ചെയ്തു. ഓക്കെ, നമ്മളുടെ ഡോക്യുമെൻറ്റ് റിവ്യൂ ചെയ്തു. ദെൻ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് അതേമാതിരി തന്നെ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടും അവർ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കൺക്ലൂഷൻ അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അവർ ഡിറ്റർമൈൻ ചെയ്യും നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അപ്രോപ്രിയേറ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം. സോ ഇതാണെന്ത് ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിൻ്റെ റോള്. നെക്സ്റ്റ്, അഡീഷണൽ കൺസിഡറേഷൻ ഫോർ ഓഡിറ്റ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. അപ്പോൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനുള്ള അഡീഷണൽ കൺസിഡറേഷൻസ് ഒക്കെ നോക്കാം. ദ ക്വാളിറ്റി കൺട്രോൾ reviewer for a listed entities also check the engagement team's evaluation of independence and whether appropriate consultations took place. അപ്പോൾ ഈ ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റീസിൻ്റെ കേസിൽ ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ എന്തും കൂടി ചെക്ക് ചെയ്യും? ഇൻഡിപെൻഡൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻഗേജ്മെൻറ്റ് ടീം ഇൻഡിപെൻഡൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? അതേമാതിരി തന്നെ അതിന് വേണ്ടിയുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് ചെയ്തിട്ടുണ്ടോ? അതും കൂടി എന്ത് ചെയ്യും? ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ നോക്കും. The reviewer ensure that the audit documentation reflects work performed on significant judgment. അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ എന്താണ് നമ്മളുടെ വർക്ക് സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റിൽ പെർഫോം ചെയ്തെന്താണ് അതും കൂടി റിവ്യൂ ചെയ്യും. അതും കൂടി എൻഷുർ ചെയ്യും റിവ്യൂവർ. നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മളുടെ വർക്ക് പെർഫോം ചെയ്തിട്ടുള്ള കാര്യം നമ്മളുടെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ഈ റിവ്യൂവർ എൻഷുർ ചെയ്യും. ഓക്കെ. സോ അതാണെന്ത്
ലിസ്റ്റഡ് എൻട്രീസിൻ്റെ കേസിൽ വരുമ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന കൺസിഡറേഷൻസ്. ഇനി ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, 2 ഒപ്പീനിയൻസ് വരികയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എൻഗേജ്മെൻറ്റ് നടത്തി, ഒരു ഓഡിറ്റ് പാർട്ട്ണർ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ അയാളുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം റിവ്യൂവർ വന്നിട്ട് അയാളുടെയും വർക്ക് ചെയ്തു. എന്തൊക്കെയാണ് വർക്ക് ചെയ്യുക? 3 കാര്യങ്ങളാണ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ. ഫസ്റ്റ് ചില എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് എന്താണ് നോക്കും, അത് ഇവാലുവേറ്റ് ചെയ്യും. രണ്ടാമത്തത് കീ മാറ്റേഴ്സ് നമ്മളുമായിട്ട് പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മളുടെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ത് ചെയ്യും, റിവ്യൂയും ചെയ്യും. ഈ കാര്യങ്ങളാണ് അവർ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേമാതിരി തന്നെ നമ്മളുടെ റിപ്പോർട്ടും അവർ ചെക്ക് ചെയ്യും. ദെൻ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കൺക്ലൂഷൻസ് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കും. ആ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ എന്താണ്, 2 ഒപ്പീനിയനാണ് വരുന്നത്. നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ്, നമ്മൾ ഒരു ഒപ്പീനിയനും ഇവരുടെ റിവ്യൂ പ്രോസസ്സിൽ വേറൊരു ഒപ്പീനിയനും വരുമ്പോൾ എന്താണ് അവിടെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വരും. 2 ഒപ്പീനിയനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് വരിക എന്ന് വെച്ചാൽ, ഇഫ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ അറൈസ് ബിറ്റ്വീൻ ദ എൻഗേജ്മെൻറ്റ് ടീം, കൺസൾട്ടൻസ് ഓർ അതർ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ആൻഡ് ദ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ടീം അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ വേറൊരു എൻഗേജ്മെൻറ്റ് പാർട്ട്ണറും അതുമാതിരി തന്നെ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറുമായിട്ടൊരു ഒപ്പീനിയനിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ദ ടീം ഫോളോസ് ദ ഫേംസ് പ്രൊസീജിയേഴ്സ് ടു റിസോൾവ് ദ ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മളുടെ ഫേമിൻ്റെ പോളിസി എന്താണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേം എന്ത് പോളിസിയാണ് എടുക്കുക, ആ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ് നമ്മളുടെ ഫേമിൻ്റെ പോളിസി, നമ്മളുടെ ഓഡിറ്റ് ഫേമിൻ്റെ പോളിസി, ആ പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം ഈ എൻഗേജ്മെൻറ്റ് റിവ്യൂറും അതേമാതിരി തന്നെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറും അതേമാതിരി തന്നെ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറും എന്താണ്, ഈ ഒരു ഫേമിൻ്റെ ഭാഗങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണോ നമ്മളുടെ ഫേമിൻ്റെ പ്രൊസീജിയർ ഈ ഒരു സിറ്റുവേഷനിൽ, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. Next example. For example, if there is a disagreement on audit findings, the firm's policy might involve consulting with another expert or team to resolve the issue before finalizing the audit report. അപ്പോൾ എന്താണ്, ഈ ഒരു ഡിസഗ്രിമെൻറ്റ് വരികയാണ്, ഒരു ഓഡിറ്റ് ഫൈൻഡിങ്ങിൽ ഡിസഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഫേമിൻ്റെ പോളിസി എന്ന് വെച്ചാൽ മറ്റൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ഇഷ്യൂ നമ്മൾ റിസോൾവ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. ഈ ഒരു ഇത് SA 220 വരുന്നതാണ്. അപ്പോൾ SA 220 ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് നോക്കാനുള്ളത് എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ റെസ്പോൺസിബിലിറ്റി എന്താണ് ഡോക്യുമെൻറ്റേഷനിൽ. നെക്സ്റ്റ് എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ദെൻ എക്സാമ്പിൾ. സോ ഫസ്റ്റ്, responsibilities of engagement partner. The engagement partner documents critical matters during the audit engagement. അപ്പോൾ ക്രിട്ടിക്കൽ മാറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുക, ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ ഡോക്യുമെൻ്റ് ചെയ്യുക. സോ ക്രിട്ടിക്കൽ മാറ്റേഴ്സ് ഡോക്യുമെൻ്റ് ചെയ്യും ഡ്യൂറിങ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക, ഇൻക്ലൂഡ്സ് എത്തിക്കൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ എത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതേമാതിരി തന്നെ അതിൻ്റെ റെസൊല്യൂഷൻസ്. ദെൻ കംപ്ലയൻസ് വിത്ത് ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ് ആൻഡ് റിലേറ്റഡ് ഡിസ്കഷൻ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് റിക്വയർമെൻറ്റ് എന്തെങ്കിലും കംപ്ലയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്. ദെൻ ഡിസ്കഷൻസ് റിഗാർഡിംഗ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് റിലേഷൻഷിപ്പും അതേമാതിരി തന്നെ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെയും ബേസിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഡിസിഷൻസ് അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. ദെൻ കൺസൾട്ടേഷൻസ് അണ്ടർടേക്കൺ ഡ്യൂറിങ് ദ ഓഡിറ്റ് ആൻഡ് ദെയർ കൺക്ലൂഷൻസ്. അപ്പോൾ ഓഡിറ്റിൻ്റെ ടൈമിൽ നമ്മൾ നടത്തിയിട്ടുള്ള കൺസൾട്ടേഷൻസും അതേമാതിരി തന്നെ അതിൻ്റെ കൺക്ലൂഷൻസും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് ചെയ്യുക, ഒന്ന് വെച്ചാൽ എത്തിക്കൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈഡ്, എത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതേമാതിരി തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ. ദെൻ ഇൻഡിപെൻഡൻസിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ കംപ്ലയൻസ് ആൻഡ് റിലേറ്റഡ് ഡിസ്കഷൻസ്. അതിന് ശേഷം എന്താണ്, നമ്മുടെ ക്ലയൻറ്റ് റിലേഷൻഷിപ്പാണ്. സോ ഡിസിഷൻസ് റിഗാർഡിംഗ് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ആൻഡ് ലാസ്റ്റ് നമ്മളെന്തെങ്കിലും കൺസൾട്ടേഷൻസ് നടത്തിയിട്ടുണ്ടോ അതും അതേമാതിരി തന്നെ അതിൻ്റെ കൺക്ലൂഷനും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. ഇതാരാ ചെയ്യേണ്ടത്, ഇത് എൻഗേജ്മെൻറ്റ് പാർട്ണറാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് നമുക്ക് നോക്കാം. ദ റിവ്യൂവർ ഡോക്യുമെൻറ്റ്സ് ദ ഫോളോയിങ് ഫോർ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ റിവ്യൂവർ താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്യുമെൻ്റ് ചെയ്യുക ഒരു എൻഗേജ്മെൻറ്റിൽ. എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് ദാറ്റ്
ദാറ്റ് ദ റിക്വയർഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് വെർ പെർഫോംഡ്. അപ്പോൾ നമ്മളുടെ ഫേം പറയുന്ന ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടോ ഡ്യൂറിങ് അവർ എൻഗേജ്മെൻറ്റ്, അതെന്ത് ചെയ്യണം, അത് ഓഡിറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ഡോക്യുമെൻ്റ് ചെയ്യണം, ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ദെൻ ദാറ്റ് ദ എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ വാസ് കംപ്ലീറ്റഡ് ബിഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിന് മുന്നേ തന്നെ എന്താണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ അല്ലെങ്കിൽ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. Then confirmation that no resolution issues exist that would impact the appropriateness of significant judgment and conclusion. അപ്പോൾ നമ്മളുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെയോ അല്ലെങ്കിൽ കൺക്ലൂഷനെയോ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം എന്താണ്, കൺഫേമും ചെയ്യണം, അതിൻ്റെ ഒരു കൺഫർമേഷനും വേണം. സോ നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റ്, നമ്മളുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ജഡ്ജ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കൺക്ലൂഷനെയും ഇമ്പാക്റ്റ് അതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു റെസൊല്യൂഷനും ഇല്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ കൺഫേം ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക. ഒന്നെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്ത പെർഫോമൻസ് എന്താണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സിൻ്റെ ബേസിലാണോ എന്നുള്ള കാര്യം ഡോക്യുമെൻ്റ് ചെയ്യണം. ദാറ്റ് ദ റിക്വയർഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് വെർ പെർഫോംഡ്, അത് പെർഫോം ചെയ്തിട്ടുള്ള കാര്യം ഡോക്യുമെൻ്റ് ചെയ്യണം. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ ഒരു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ പ്രോസസ്സ് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നേ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്യുമെൻ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് നമ്മളുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻസിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യം കൂടി കൺഫേം ചെയ്യണം. ഇനി അത് ഉണ്ടെങ്കിൽ അതും എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ. ഓക്കെ, സോ ഇതാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത്. For example, that reviewer might document that they verified all major findings were supported by the sufficient evidence and that team consultations resolved difficult matters before the audit report was issued. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു റിവ്യൂവർ എന്ത് ഡോക്യുമെൻ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും എല്ലാ മേജർ ഫൈൻഡിങ്സും വെരിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് വെർ സപ്പോർട്ട് ബൈ സഫിഷ്യൻറ്റ് എവിഡൻസ്. അതെന്താണ് സഫിഷ്യൻറ്റ് എവിഡൻസിന് സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, സഫിഷ്യൻറ്റ് എവിഡൻസ് അത് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടീം കൺസൾട്ടൻസ് റിസോൾവ്ഡ് ഡിഫിക്കൽട്ട് മാറ്റേഴ്സ് ബിഫോർ ഓഡിറ്റ് റിപ്പോർട്ട് വർ ഇഷ്യൂഡ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ടീം മെമ്പേഴ്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള മാറ്റേഴ്സ് കൺസൾട്ടേഷൻ ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂ റിസോൾവും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എന്താണ് ഒരു റിവ്യൂവർ ഡോക്യുമെൻ്റ് ചെയ്യണം. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. എന്തൊക്കെയാണ് ഒരു റിവ്യൂവർ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ അതാണ് ഡോക്യുമെൻറ്റേഷൻ. സോ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഈ ചാപ്റ്റർ. ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ എന്താണെന്ന് നോക്കി, ഓഡിറ്റ് ക്വാളിറ്റി എന്താണെന്ന് നോക്കി, SQC 1 നോക്കി, SA 220 നോക്കി. നമ്മൾ ഇനി എന്താണ് നോക്കാനുള്ളത്, SQC 1-ൻ്റെയും SA 220-ൻ്റെയും ഡിഫറൻസസ് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസുകൾ, നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്. നമുക്ക് എന്തായാലും ഒന്നുകൂടി നോക്കാം, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണ് കൊടുത്തുള്ളത് നോക്കാം. സോ SQC 1 വേഴ്സസ് SA 220 കീ ഡിഫറൻസസ് ഇൻ നേച്ചർ, സ്കോപ്പ് ആൻഡ് അപ്ലിക്കബിലിറ്റി. ഫസ്റ്റ് അപ്ലിക്കബിലിറ്റി. ആർക്കാണ് ഈ SQC 1 അപ്ലിക്കബിൾ ആവുന്നത്, ആർക്കാണ് ഈ SQC 1 അപ്ലിക്കബിൾ ആവുന്നത്, അതേമാതിരി തന്നെ SA 220 അപ്ലിക്കബിൾ ആവുന്നത്. SQC 1 അപ്ലൈ ചെയ്യുന്നത് എൻറ്റയർ ഫേമിനാണ്. സോ അപ്ലൈസ് ടു ദ എൻറ്റയർ ഫേം ആൻഡ് അസൈൻസ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ CEO ഓർ മാനേജിങ് പാർട്ണർ. അപ്പോൾ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, SQC 1 നടക്കുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാൻ CEO ആൻഡ് മാനേജിങ് പാർട്ണർ ആൻഡ് അപ്ലൈസ് ടു ദ എൻറ്റയർ ഫേം. ഓക്കെ, ഇനി SA 220 കേസിലാണെങ്കിലോ അപ്ലൈസ് ടു സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഒരു സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മാത്രമാണ് എന്ത് SA 220 അപ്ലൈ ആവുന്നത്. വിത്ത് റെസ്പോൺസിബിലിറ്റി അസ്യൂംഡ് ബൈ ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ. ആ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്, എൻഗേജ്മെൻറ്റ് പാർട്ണറാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കവറേജ്. കവേഴ്സ് ഏതൊക്കെയാണ് കവർ ചെയ്യുന്നത്, ഓഡിറ്റ്, റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതർ അഷുറൻസ് ആൻഡ് റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾക്കാണ് എന്ത് ഇതാവുന്നത് SQC 1 കവർ ചെയ്യുന്നത്. ആകെ ഓഡിറ്റിന് മാത്രമല്ല. SA 220 എന്തിനു മാത്രമേ ഉള്ളൂ, ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മാത്രമേ കവർ ആവുന്നുള്ളൂ. പക്ഷേ SQC 1 എന്ന് വെച്ചാൽ ഓഡിറ്റിനുണ്ട്, റിവ്യൂവിനുണ്ട്. റിവ്യൂ എന്തിൻ്റെ റിവ്യൂ, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിവ്യൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല, മെയിനായിട്ട് ശ്രദ്ധിക്കണം. റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഈ വേർഡ് തന്നെ യൂസ് ചെയ്യണം. സോ ഓഡിറ്റ്, നെക്സ്റ്റ് വൺ ഈസ് റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ,
അത് കഴിഞ്ഞിട്ട് എന്താണ് അതർ അഷ്വറൻസ് ആൻഡ് റിലേറ്റഡ് സർവീസ് എൻഗേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾക്കാണ് SQC1 അപ്ലൈ ആവുന്നത്. SA220 ആകെ ഓഡിറ്റിന് മാത്രം. നെക്സ്റ്റ് ഫോക്കസ് എസ്റ്റാബ്ലിഷസ് എ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം വിത്ത് ഫേം വൈഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അപ്പോൾ ഫേമിന് മൊത്തമായിട്ട് അപ്ലൈ ആവുന്ന ഒരു പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് എന്ത് SQC1 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ എസ്റ്റാബ്ലിഷസ് എ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, ഒരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് വിത്ത് എ ഫേം വൈഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. SA220 ഫോക്കസ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീംസ് ടു ഇംപ്ലിമെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് സ്പെസിഫിക്കലി ഫോർ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് മാത്രമായിട്ടുള്ളൊരു ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് എന്ത് പറഞ്ഞത് SA220 പറഞ്ഞത്. പക്ഷേ എന്തിൻ്റെ ബേസിലാണ് SQC1 ബേസിലാണ് SA220 ഉള്ളത്. ഓക്കെ, SQC1 ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് SA220 ഉള്ളത്. ഓക്കെ, പക്ഷേ എന്തേ ഉള്ളൂ, ഒരു സ്പെസിഫിക്കലി ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മാത്രമേ അതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ SQC1 ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫേം വൈഡ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആണെങ്കിൽ SA220 എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ കംപ്ലൈ വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് സോ ദാറ്റ് ദ റിപ്പോർട്ട്സ് ഇഷ്യൂഡ് ആർ അപ്രോപ്രിയേറ്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ എന്താണ് എൻഷുർ ചെയ്യുന്നത്, ദ ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ, ഫേമും അതേമാതിരി തന്നെ അതിലുള്ള വ്യക്തികളും എന്ത് കംപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും റെഗുലേറ്ററി റിക്വയർമെൻറ്റും കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നുണ്ട്. ആരൊക്കെ, ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ, അതിലുള്ള വ്യക്തികളും എന്തൊക്കെ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും റെഗുലേറ്ററി റിക്വയർമെൻറ്റും. സോ ദാറ്റ് റിപ്പോർട്ട്സ് ഇഷ്യൂഡ് ആർ അപ്രോപ്രിയേറ്റ് ഇൻ ദ സർക്കംസ്റ്റാൻസ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ട് എന്താണ്, സർക്കംസ്റ്റാൻസസിന് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇനി SA220 കേസിൽ വരികയാണെങ്കിൽ എന്താണ്, ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് SQC1. അപ്പോൾ SQC1 ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, SA220 ഉള്ളത്. അപ്പോൾ SQC1 ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SA220 ഉള്ളത്. അസ്യൂമിങ് ഇറ്റ് ഈസ് ഇൻ പ്ലേസ്, എൻഗേജ്മെൻറ്റ് ടീംസ് യൂസ് SQC1 സിസ്റ്റംസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആസ് എ ബേസിസ് ടു ഇംപ്ലിമെൻറ്റ് ഓഡിറ്റ് സ്പെസിഫിക് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ. അപ്പോൾ എന്താണ്, നമ്മൾ SQC1 ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഓഡിറ്റിനും നമ്മൾ ആ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യും. അതാണ് എന്തുള്ളത്, SA220 ഉള്ളത്. അതാണ് SA220 ഒബ്ജക്റ്റീവ്. SQC1 എന്ന് വെച്ചാൽ ഫേമും അതിലെ വ്യക്തികളും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. SA220 വെച്ചാൽ SQC1 ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. പക്ഷേ എങ്ങനെ, ഒരു സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ SQC1 ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ഫോളോ ചെയ്തിട്ട്. ഓക്കെ, സോ ഓപ്പറേറ്റ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് SQC1 അസ്യൂമിങ് ഇറ്റ് ഈസ് ഇൻ പ്ലേസ്. അത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്തിട്ട്. എൻഗേജ്മെൻറ്റ് ടീം യൂസ് SQC1 സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആസ് എ ബേസിസ് ടു ഇംപ്ലിമെൻറ്റ് ഓഡിറ്റ് സ്പെസിഫിക് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ, a firm set up a centralized policy for all audits requiring team members to complete independent declarations. അപ്പോൾ എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മൊത്തം ഫേമിനും എല്ലാ ഓഡിറ്റിനും അത് അപ്ലൈ ആകുന്നുണ്ടോ നോക്കുന്നതാണ് SQC1. SA220 വെച്ചാൽ ഫോർ എ സ്പെസിഫിക് ഓഡിറ്റ്, ഒരു സ്പെസിഫിക് ഓഡിറ്റിന് വേണ്ടിയിട്ടാണ്. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷ്യൂർസ് ദാറ്റ് ദ ടീം കംപ്ലൈസ് വിത്ത് ദ ഫേംസ് പോളിസി, the firm's independence policy and documents how this compliance was achieved. അപ്പോൾ ഒരു സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണറാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് പാർട്ണറാണ് എൻഷുർ ചെയ്യേണ്ടത് എന്ത്, ടീം കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ടോ, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ അതാണ് SA220. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, SQC1 അതേമാതിരി തന്നെ SA220 കീ ഡിഫറൻസസ്. സോ അടുത്ത നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ മെക്കാനിസം ഫോർ റിവ്യൂ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തു, നമ്മളൊരു എൻഗേജ്മെൻറ്റ് ചെയ്തു, ആ ചെയ്ത വർക്കിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് റിവ്യൂ ചെയ്യണം. അതിനുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മെക്കാനിസംസ് ആണെന്നുള്ളത് ഒരു ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിനുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ പിയർ റിവ്യൂ ബോർഡ്, നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ബോർഡ്, നെക്സ്റ്റ് വൺ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഈ 3 രീതിയിലാണ് 3
സോറി അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത വർക്കിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഒരു ബോർഡ്, സോ ഏതൊക്കെ ബോർഡുകളുള്ളത്, ഒന്ന് പിയർ റിവ്യൂ ബോർഡ്, ദെൻ ക്വാളിറ്റി കൺട്രോൾ ബോർഡ്, ക്വാളിറ്റി റിവ്യൂ ബോർഡ്, നെക്സ്റ്റ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA. അപ്പോൾ ഫസ്റ്റ് പിയർ റിവ്യൂ ബോർഡ്. The peer review board is formed by ICAI Council to enhance the quality of professional work and ensure compliance with the technical, professional and ethical standards and regulatory requirements. അപ്പോൾ എന്താണ്, ആരാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്? ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് എന്തുള്ളത്, ഈ ഒരു പിയർ റിവ്യൂ ബോർഡിനെ ഫോം ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് ക്വാളിറ്റി ഓഫ് പ്രൊഫഷണൽ വർക്ക് ആൻഡ് എൻഷുർ. അപ്പോൾ പ്രൊഫഷണൽ വർക്കിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഹാൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിയർ റിവ്യൂ ബോർഡിനെ ICAI ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ആൻഡ് എൻഷുർ കംപ്ലയൻസ് വിത്ത് ടെക്നിക്കൽ, പ്രൊഫഷണൽ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ ടെക്നിക്കൽ, പ്രൊഫഷണൽ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി എൻഷുർ ചെയ്യുന്നുണ്ട്. സോ 2 ഉദ്ദേശമുള്ളത്. ഒന്ന് വെച്ചാൽ പ്രൊഫഷണൽ വർക്കിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാനും എൻഹാൻസ് ചെയ്യാനും, അതേമാതിരി തന്നെ ടെക്നിക്കൽ, പ്രൊഫഷണൽ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും റെഗുലേറ്ററി റിക്വയർമെൻറ്റും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് പിയർ റിവ്യൂ ബോർഡിനെ ICAI ഫോം ചെയ്തിട്ടുള്ളത്. എൻഷുർ ദാറ്റ് ദ മെമ്പേഴ്സ് ഫോളോ ടെക്നിക്കൽ, പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യുന്നുണ്ടുള്ള കാര്യം നോക്കാനും. ചെക്ക് ഇഫ് പ്രോപ്പർ സിസ്റ്റംസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എക്സിസ്റ്റ് ടു എൻഷുർ ക്വാളിറ്റി അഷുറൻസ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റവും അതേമാതിരി തന്നെ ഡോക്യുമെൻറ്റേഷനും ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യുന്നു. കാരണം ക്വാളിറ്റി അഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിയർ റിവ്യൂ പ്രോസസ്. എക്സാമിൻ എ പ്രാക്ടീസ് യൂണിറ്റ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കൺഫേം കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു പിയർ റിവ്യൂ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രാക്ടീസ് യൂണിറ്റ് സിസ്റ്റം ഫസ്റ്റ് എക്സാമിൻ ചെയ്യും. ഒരു പ്രാക്ടീസ് യൂണിറ്റ് വെച്ചാൽ ഒരു ഓഡിറ്റ് ഫേം, ഫോർ എക്സാമ്പിൾ ഒരു ഓഡിറ്റ് ഫേം അത് എക്സാമിൻ ചെയ്യും. ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കൺഫേം കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുള്ള കാര്യം കൂടി അവർ എക്സാമിൻ ചെയ്യും. ആഫ്റ്റർ റിവ്യൂ, ആ റിവ്യൂ ചെയ്തതിന് ശേഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ, എ പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് അൺക്വാളിഫൈഡ് ആണെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഇല്ലാത്ത റിപ്പോർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുക. എങ്ങനെ? ഫസ്റ്റ് എന്താ ചെയ്യുക, ഫസ്റ്റ് നോർമലി എന്ത് ചെയ്യും, ഒരു ഓഡിറ്റ് ഫേമിലേക്ക് വരും. അവരുടെ നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിൽ ഈ ടെക്നിക്കൽ, പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോക്കും, ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറാണോ, അതേമാതിരി തന്നെ പ്രോപ്പർ സിസ്റ്റം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർക്ക് തോന്നുകയാണ് ഓക്കെ ഒരു ഇഷ്യൂ ഇല്ല, ഇവർ പ്രോപ്പറാണെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഒരു പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുക. സർട്ടിഫൈ ചെയ്യുകയാണ് ചെയ്തത് ഇവരുടെ ഓപ്പറേഷൻ, ഇവരുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഓക്കെ ആണെന്നുള്ള കാര്യം സർട്ടിഫൈ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് ബോർഡ് ഇഷ്യൂ ചെയ്യും. ആഫ്റ്റർ റിവ്യൂ റിവ്യൂ ചെയ്തതിന് ശേഷം. ഫോർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ടാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് തോന്നുകയാണ് ഓക്കെ ഇവർ പ്രോപ്പറല്ല, ഇവരുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം പ്രോപ്പർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് റീസൺസ് ആർ പ്രൊവൈഡഡ് ആൻഡ് എ ഫോളോ അപ്പ് റിവ്യൂ ഈസ് ഷെഡ്യൂൾഡ്. അപ്പോൾ എന്താണ്, റീസൺസ് കൊടുക്കും ചെയ്യും. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉള്ളതും അതിൻ്റെ റീസൺസും കൊടുക്കും. അതേമാതിരി തന്നെ ഒരു ഫോളോ അപ്പ് റിവ്യൂവും ഷെഡ്യൂൾ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഡേറ്റിൽ ഒന്നും കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പ് റിവ്യൂ കൂടി എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. എ പിയർ റിവ്യൂ ചെക്ക് ഇഫ് എൻ ഓഡിറ്റ് ഫേം ഫോളോസ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഡ്യൂറിങ് ഓഡിറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ്, ഒരു പിയർ റിവ്യൂ ബോർഡ് ചെക്ക് ചെയ്യും. സോ ഇതാണ് ചെയ്യുക. അപ്പോൾ ഒരു ഓക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ പിയർ റിവ്യൂ ചെയ്തതിന് ശേഷം അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇനി അങ്ങനെയല്ല, സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ റീസൺസും പ്രൊവൈഡ് ചെയ്യും. അതേമാതിരി തന്നെ ഒരു ഫോളോ അപ്പ് റിവ്യൂ കൂടി ഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പിയർ റിവ്യൂ ബോർഡ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്വാളിറ്റി റിവ്യൂ ബോർഡാണ്. എന്താണ് ഒരു ക്വാളിറ്റി റിവ്യൂ ബോർഡ്? ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഈസ് സെറ്റപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്
പിയർ റിവ്യൂ ബോർഡ് ആരായിരുന്നു ഇതാക്കിയത്, ഫോം ചെയ്തിട്ടുള്ളത് ICA ആയിരുന്നു ഫോം ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി കൺട്രോൾ ബോർഡ് ആരാണ് ഫോം ചെയ്തത്, ക്വാളിറ്റി റിവ്യൂ ബോർഡ് ആരാണ് ഫോം ചെയ്തത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൺസിസ്റ്റ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ICA കൗൺസിൽ. അപ്പോൾ ICA കൗൺസിലും അതേമാതിരി തന്നെ ഗവൺമെൻറ്റും നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സാണ് എന്തിലുണ്ടാവുക, ക്വാളിറ്റി റിവ്യൂ ബോർഡിൽ ഉണ്ടാവുക. ഓക്കെ. റെക്കമെൻഡ്സ് വേ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ബൈ ICA മെമ്പേഴ്സ്. അപ്പോൾ ICA മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനും അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് എന്തുള്ളത്, ഈ ഒരു ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഉള്ളത്. റിവ്യൂസ് ദ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് ആൻഡ് അതർ സർവീസ് പ്രൊവൈഡ് ബൈ ദ ICA മെമ്പേഴ്സ്. അപ്പോൾ ICA മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ഐദർ ഓഡിറ്റ് അല്ലെങ്കിൽ അതർ സർവീസ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം റിവ്യൂ ചെയ്യാനാണ് ആരുള്ളത്, ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഉള്ളത്. പിയർ റിവ്യൂ എന്തായിരുന്നു, പിയർ റിവ്യൂ എന്ന് വെച്ചാൽ ICA ആണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ എന്തിനാണ് വേണ്ടിയിട്ടാണ്, അവരുടെ പ്രാക്ടിക്കൽ വർക്കിന് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടും അതേമാതിരി തന്നെ പ്രൊഫഷണൽ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, റെഗുലേറ്ററി ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റും കംപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു എന്തുള്ളൂ പിയർ റിവ്യൂ ബോർഡ് ഉള്ളത്. ഇതെന്തിനാണ്, ഇത് ICAൻ്റെ മെമ്പേഴ്സ് അവരുടെ വർക്ക്, അവരുടെ സർവീസിന് ക്വാളിറ്റി ഉണ്ടോ, അവരുടെ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, അത് റെക്കമെൻഡ് ചെയ്യാനാണ് ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഉള്ളത്. അതേമാതിരി തന്നെ ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ അതർ വർക്കിൻ്റെ ക്വാളിറ്റീസ് റിവ്യൂ ചെയ്യാൻ. ഗൈഡ്സ് ദ മെമ്പേഴ്സ് ഓൺ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിയും അതേപോലെ തന്നെ റെഗുലേറ്ററി കംപ്ലയൻസിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ്, അത് കംപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഇവർ ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഗൈഡ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഇവരെ ഗൈഡ് ചെയ്യും. റിവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ് ഇവരുടെ റിവ്യൂ പ്രോസസ്സ് ഉള്ളത്, ക്വാളിറ്റി റിവ്യൂ ബോർഡ് ഐഡൻറ്റിഫൈസ് ഓഡിറ്റേഴ്സ് ഫോർ റിവ്യൂ ബേസ്ഡ് ഓൺ ദ റിസ്ക് ഫാക്ടർ. അപ്പോൾ റിസ്ക് ഫാക്ടറിൻ്റെ ബേസിൽ ഏതൊക്കെ ഓഡിറ്റേഴ്സിനെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവർ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ഏതിൻ്റെ ബേസിൽ, റിസ്കിൻ്റെ ഫാക്ടറിൽ. സോ ബേസ്ഡ് ഓൺ ദ റിസ്ക് ഫാക്ടർ ഓഡിറ്റേഴ്സ് ഫോർ റിവ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ടെക്നിക്കൽ റിവ്യൂവർ എംപാനൽ ബൈ ക്വാളിറ്റി റിവ്യൂ ബോർഡ് പെർഫോംസ് ദ റിവ്യൂ. അപ്പോൾ ടെക്നിക്കൽ റിവ്യൂവറാണ് എന്ത് ചെയ്യുക, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ബോർഡിലെ റിവ്യൂ ചെയ്യുക, റിവ്യൂ അവരാണ് പെർഫോം ചെയ്യുക. Then quality review board might review how auditors of mid-sized companies follow ethical and quality standards. അപ്പോൾ എന്താണ് ഇവർ, ക്വാളിറ്റി റിവ്യൂ ബോർഡ് മൈറ്റ് റിവ്യൂ ഹൗ ഓഡിറ്റേഴ്സ് ഓഫ് മിഡ് സൈസ്ഡ് കമ്പനീസിൻ്റെ ഓഡിറ്റേഴ്സ് എങ്ങനെയാണ് എത്തിക്കലും അതേമാതിരി തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഈ ഒരു ക്വാളിറ്റി റിവ്യൂ ബോർഡ് എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി അല്ലെങ്കിൽ NFRA. So NFRA is established under section 132 subsection 1 of the Companies Act 2013. അപ്പോൾ പിയർ റിവ്യൂ ബോർഡ് ഫോം ചെയ്തിട്ടുള്ളത് ICA ആണ്. ക്വാളിറ്റി റിവ്യൂ ബോർഡ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതിൽ ആരൊക്കെയുള്ളത്, ഗവൺമെൻറ് ഗവൺമെൻറ്റും അതേമാതിരി തന്നെ ICAയും നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സാണ് അതിലുള്ളത്. ഇനി നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, കമ്പനീസ് ആക്ട് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏത് സെക്ഷൻ പ്രകാരം, സെക്ഷൻ 132 സബ്സെക്ഷൻ 1 പ്രകാരം. സെക്ഷൻ 132 സബ്സെക്ഷൻ 1 എന്തിനു വേണ്ടിയിട്ട്, ടു ഓവർസീ ആൻഡ് എൻഫോഴ്സ് ക്വാളിറ്റി കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെയും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെയും ക്വാളിറ്റി കംപ്ലയൻസ് അത് ഓവർസീ ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റീനെ കമ്പനീസ് ആക്ട് സെക്ഷൻ 132 സബ്സെക്ഷൻ 1 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ, മോണിറ്റേഴ്സ് കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യും. പിയർ റിവ്യൂ ബോർഡ് എന്തിനായിരുന്നു, പ്രൊഫഷണൽ വർക്കിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും അതേമാതിരി തന്നെ ടെക്നിക്കൽ പിന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിയർ റിവ്യൂ ബോർഡ്. ക്വാളിറ്റി റിവ്യൂ ബോർഡ് എന്തിനായിരുന്നു, ICAൻ്റെ മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ക്വാളിറ്റി റിവ്യൂ ബോർഡുള്ളത്. ഇതെന്തിനാണുള്ളത്, ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓവർസീസ് ദ സർവീസ്
ക്വാളിറ്റി ഓഫ് പ്രൊഫഷണൽസ് ആൻഡ് സജസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽസിൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റി ഓവർ ചെയ്യാനും അതേമാതിരി തന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉള്ളത്. ഇൻവെസ്റ്റിഗേറ്റ്സ് ഓഡിറ്റേഴ്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ് ആൻഡ് അതേഴ്സ് ആസ് ഡിഫൈൻഡ് അണ്ടർ NFRA റൂൾ 2018. അപ്പോൾ NFRA റൂൾസ് 2018 പറയുന്ന ലിസ്റ്റഡ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, അതർ ആസ് ഡിഫൈൻഡ്. അപ്പോൾ ഇവർക്ക് കമ്പൾസറി ആണ്. ആർക്കൊക്കെ? ലിസ്റ്റഡ് കമ്പനീസിന് വേണം. ഒരു കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് എന്ത് വേണം? NFRAൻ്റെ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം, അവരുടെ ഓഡിറ്റേഴ്സിന് ഇൻവെസ്റ്റിഗേഷൻ വേണം. പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിലും വേണം, ബാങ്കിനാണെങ്കിലും വേണം. അതിന് പുറമെ NFRA റൂൾ 2018 പറയുന്ന അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എൻറ്റിറ്റീസിൻ്റെ ഓഡിറ്റേഴ്സിനും എന്ത് വേണം? NFRAൻ്റെ പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം. സോ ഇൻവെസ്റ്റിഗേറ്റ്സ് ഓഡിറ്റേഴ്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ് ആൻഡ് അതേഴ്സ് ആസ് ഡിഫൈൻഡ് അണ്ടർ NFRA റൂൾ 2018. In its scope, NFRA handles listed companies and specified entities, while Quality Review Board oversees the audit quality for other entities referred by NFRA or those not covered under NFRA rule. അപ്പോൾ NFRA എന്താ ഹാൻഡിൽ ചെയ്യുന്നത്? NFRA ഹാൻഡിൽ ചെയ്യുന്നത് ലിസ്റ്റഡ് കമ്പനീസിൻ്റെയും അതേമാതിരി തന്നെ ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിൻ്റെയും ക്വാളിറ്റിയാണ് എന്ത് NFRA ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ ക്വാളിറ്റി റിവ്യൂ ബോർഡാണ് എന്ത് ഓവർ ചെയ്യുന്നത്? ഓഡിറ്റ് ക്വാളിറ്റി ഫോർ അതർ എൻറ്റിറ്റീസ് റിഫേർഡ് ബൈ NFRA. അപ്പോൾ NFRA റിഫർ ചെയ്യുന്ന ബാക്കി എൻറ്റിറ്റീസിൻ്റെ ക്വാളിറ്റി ഓവർ ചെയ്യുന്നത് ക്വാളിറ്റി റിവ്യൂ ബോർഡാണ്. അതിന് പുറമെ എന്താണ്? ഈ NFRA റൂളിൽ വരാത്ത, അതിൽ കവർ ചെയ്യാത്ത എൻറ്റിറ്റീസിനെയും ആരാണ് കവർ ചെയ്യുന്നത്, ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ക്വാളിറ്റി റിവ്യൂ ബോർഡാണ്. ഓക്കെ. NFRA reviews the work of auditors for listed companies to ensure compliance with the standards, while Quality Review Board reviews auditors of smaller private firms. അപ്പോൾ ക്വാളിറ്റി റിവ്യൂ ബോർഡ് എന്താണ്? ചെറിയ പ്രൈവറ്റ് ഫേംസിൻ്റെ ഓഡിറ്റേഴ്സിനെയും അതേമാതിരി തന്നെ NFRA എന്താ ചെയ്യുന്നത്? ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഓഡിറ്റേഴ്സിനെയാണ് അവർ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓഡിറ്റിലെ ചാപ്റ്റർ 1 ക്വാളിറ്റി കൺട്രോൾ CA ഫൈനൽ ഓഡിറ്റിലെ ചാപ്റ്റർ 1ൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സാണിത്. സോ താങ്ക് യു.